അൽമുക്താറിനും അപ്പോളയ്ക്കും ആതിര ജ്വല്ലറിക്കും പിന്നാലെ നിക്ഷേപ തട്ടിപ്പിൽ ആടി ഉലഞ്ഞ് തൃപ്പൂണിത്തുറയിലെ കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും പൂട്ടുവീഴുകയാണ്. ഞങ്ങൾ ചുമ്മാ പറയുകയല്ല, കാപ്ര നടത്തിയ നിയമലംഘനങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ തെളിവ് സഹിതം നിക്ഷേപകർക്ക് പറഞ്ഞു തരാം. 2024 നവംബർ 29 തൃപ്പൂണിത്തുറയിൽ ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വ്യാജ എഗ്രിമെൻ്റ് തയ്യാറാക്കി നിക്ഷേപകരിൽ നിന്നും തട്ടിയത് 100 കോടിയോളം രൂപയാണ്. നിക്ഷേപിച്ച പണത്തിന് 1% വെച്ച് പലിശ മാസം തോറും ലഭിക്കുന്നതിനാൽ തങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിക്ഷേപകർ. പക്ഷേ കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് നിക്ഷേപം സ്വീകരിക്കാൻ റിസർവ് ബാങ്കിൻ്റെ അനുമതിയുണ്ടോ? ആ നിക്ഷേപത്തിന് ഇൻസെൻറ്റീവ് എന്ന ഓമന പേരിട്ട് പലിശ നൽകാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? വെറും സ്വർണ്ണ നിക്ഷേപമായി ആണ് കാപ്ര പണം വാങ്ങുന്നതെങ്കിൽ അത് 36 മാസത്തേക്ക് വാങ്ങാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഇല്ല. എറണാകുളം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നേരിട്ടെത്തി അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി: കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഒരു കമ്പനിയേ ഇല്ല. കേവലം 10,000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാവുന്ന വെറും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം മാത്രമാണ് കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 5,000 രൂപയുടെ മുദ്രപത്രത്തിൽ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രം പെയ്ഡപ്പ് ക്യാപിറ്റൽ കാണിച്ച് കടവന്ത്ര ഗാന്ധിനഗർ സ്വദേശി PD തിലകൻ്റെ മകൻ കണ്ണൻ തിലകനും അയ്യന്തോൾ സ്വദേശി തൈക്കാട്ടുശ്ശേരി പ്രഭുദാസിൻ്റെ മകൻ പ്രശോഭ് TPയുമാണ് കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പാർട്ട്ണർഷിപ്പ് ഫേം ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ നിയമലംഘനങ്ങൾ പരിശോധിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പാർട്ണർഷിപ്പ് ഫേമുകൾക്ക് പരമാവധി വാങ്ങാൻ പറ്റുന്ന നിക്ഷേപം പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ കേവലം 25% മാത്രമാണ്. അതായത് കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ആകെ വാങ്ങാൻ കഴിയുന്ന നിക്ഷേപം പരമാവധി 25,000 രൂപയാണ്. കഴിഞ്ഞ 10 മാസത്തിനിടെ കാപ്ര വാങ്ങിയതാവട്ടെ ശതകോടികളും. നിക്ഷേപകരുടെ പക്കൽ നിന്നും 1 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് ഇവർ തട്ടിച്ചെടുത്തതെന്നാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരം. പെയ്ഡപ്പ് ക്യാപിറ്റലിലെ 25% മുകളിൽ നിക്ഷേപം സ്വീകരിക്കണമെങ്കിൽ NBFC, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായി രജിസ്റ്റർ ചെയ്യണം. അത്തരത്തിലുള്ള NBFC ലൈസൻസ് കാപ്രയ്ക്ക് ഇല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഗൈഡ് ലൈൻ ലംഘിക്കുന്ന സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ നിക്ഷേപകരുടെ പണം തിരികെ നൽകുന്നതിനായി ഉടമകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ഭീകരമായ പിഴയും കഠിന തടവും അനുഭവിക്കുകയും ചെയ്യണം. എന്നാൽ ഉടമകളുടെ പേരുള്ള സ്വത്തുവകകൾ കേവലം 1 കോടിക്ക് താഴെ മാത്രമാണ്. കണ്ണൻ തിലകന് ഹോണ്ടായി വെർണയും ഹോണ്ട ഡിയോയും മാത്രമാണ് സ്വത്തുവകകൾ. 10 ലക്ഷം രൂപയ്ക്ക് പണയത്തിനെടുത്ത BMW ആണ് ഉപയോഗിക്കുന്നത്. പ്രശോഭ് ദാസിനാകട്ടെ തൃശൂർ അയ്യന്തോളിൽ ഉദ്ദേശം 40 ലക്ഷം രൂപ വില വരുന്ന അപ്പാർട്ട്മെൻറ്റും HDFC ബാങ്കിൽ EMIയിൽ നിന്ന് വാങ്ങിയ ഫോർച്യൂണറും സ്വന്തമായി ഉണ്ട്. അതായത് 1 കോടി രൂപയുടെ സ്വത്തുവകകൾ പോലും സ്വന്തം പേരിൽ ഇല്ലാത്ത കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഉടമകളിൽ നിന്നും നമ്മുടെ നിയമ സംവിധാനത്തിന് നിക്ഷേപകരുടെ പണം എങ്ങനെ മടക്കി നൽകാൻ സാധിക്കും എന്നത് ഏറെ ആശങ്കാജനകമാണ്. കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ കണ്ണനും പ്രശോഭും സെല്ലേഴ്സ് കാട്ട ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബയേഴ്സ് കാട്ട ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലും നേരിട്ട് കാശായും കോടികൾ വാങ്ങിയെടുത്തു. ടാക്സ് വെട്ടിക്കാൻ മറ്റൊരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ പണം വാങ്ങിയതും ഗുരുതര നിയമലംഘനമാണ്. 2024 ഏപ്രിൽ 6 ലതാ മഹേഷിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയാണ് ഈ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൻ്റെ തുടക്കം. പിന്നീട് സെല്ലേഴ്സ് കാട്ട ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലായി കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങി. പിന്നെ ഈ മാസങ്ങൾ കഴിഞ്ഞാണ് കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഫെഡറൽ ബാങ്ക് എറണാകുളം ബൈപ്പാസ് ശാഖയിൽ അക്കൗണ്ട് തുടങ്ങുന്നതും. അതാവട്ടെ 2024 ജൂലൈ 6. ഇതിനകം തന്നെ കോടികൾ നിയമവിരുദ്ധമായി പിരിച്ചെടുത്തു ഇവർ. അതിൽ ഭൂരിഭാഗവും അക്കൗണ്ട് വഴി അല്ല എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. ഒപ്പം നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇത് കൂടുതലായി ഉണ്ടാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പണം നിക്ഷേപിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ എഗ്രിമെൻ്റ് വെറും കടലാസ് പേപ്പറിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കം. ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ അന്വേഷണത്തിൽ ലഭിച്ച കണ്ടെത്തലുകൾ നിക്ഷേപകർക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിശ്വസ്തനായ ഒരു അഭിഭാഷകനെ കണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാവുന്നതാണ്.
നിങ്ങൾക്ക് പറ്റിയ ചതി ബോധ്യപ്പെട്ടാൽ മാത്രം നിക്ഷേപം എത്രയും പെട്ടെന്ന് പിൻവലിക്കുക. പോലീസിൽ പരാതി നൽകിയതിനു ശേഷം ഞങ്ങളെയും ബന്ധപ്പെടുക. ഞങ്ങളും നിങ്ങളെ സഹായിക്കാം.